സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണ ഭാഗമായി സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പാർട്ടി മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഖത്തർ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎം സെപ്റ്റംബർ 15 സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നോർത്ത് കോട്ടച്ചേരിയിൽ നടത്തിയ പൊതുയോഗം പാർട്ടിയുടെ മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ നമ്മൾ ഈ സെപ്റ്റംബർ 15 ഈ ദിനം ആചരിക്കുമ്പോൾ അതിനേറെ പ്രസക്തിയുണ്ട് എന്ന് നാട്ടിൽ സഖാക്കൾക്ക് അറിയാം. എന്താണ് പ്രസക്തി? ഖത്തറിൽ ദോഹയിൽ ഇസ്രായേൽ ബോംബ് വർഷിച്ചു. എന്തേ കാരണം? 2023 ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത് അല്ല ശരി. പാലസ്തീനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ സയോണിസ്റ്റുകൾ നടത്തുന്ന യുദ്ധം, അത് കൊടുമ്പിരിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ അതിന് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടാകണം. ഒരുപാട് ചർച്ചകൾ ഹമാസിന്റെ നേതാക്കളുമായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നടത്തുമ്പോൾ ഇവിടെ ദോഹയിൽ വെച്ച് ഈ സമാധാന ചർച്ചയ്ക്ക് ഖത്തറിലെ ഭരണാധികാരികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന്റെ നേതാക്കളുമായിട്ട് ദോഹയിൽ വെച്ചുകൊണ്ട് സമാധാന ചർച്ച നടത്തുകയായിരുന്നു. ചടങ്ങിൽ എം പുക്ലൻ അധ്യക്ഷനായി. പി.കെ. നിഷാന്ത്, അഡ്വക്കേറ്റ് പി. അപ്പുക്കുട്ടൻ, കെ.വി. സുജാത എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.